മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരേയൊരു വാനമ്പാടി മാത്രമേയുള്ളൂ. അതാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കെ.എസ്. ചിത്ര. തൻ്റെ മാധുര്യമേറിയ ശബ്ദത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്നാണ് ചിത്ര ചേക്കേറിയത്. എന്നാൽ ഇതിനോടകം തന്നെ കെ.എസ്. ചിത്രയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദുരിതങ്ങൾ വന്നുപോയി. എന്നാൽ മലയാള സിനിമയടക്കം സൗത്ത് ഇന്ത്യൻ വാഴുന്ന ഗായികമാരിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ വാനമ്പാടിയായ കെ.എസ്. ചിത്രയുടെ സ്ഥാനം. നന്നായി പാടുന്ന ചിത്രയ്ക്ക് നന്നായി ചിരിക്കാനും അറിയാം. എന്നാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രയുടെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും സങ്കടങ്ങളും വന്നിട്ടുമുണ്ട്. എന്നാൽ അവിടെയെല്ലാം ചിത്രയ്ക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് ചിത്രയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ചിത്രയ്ക്ക് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിനാണ് എന്നാണ് ചിത്ര പറഞ്ഞിട്ടുള്ളത്. തൻ്റെ മകളുടെ മരണത്തോടെ ആണ് ചിത്ര തകർന്നുപോയ ചിത്രയെ ഭർത്താവാണ് ഈയൊരു രീതിയിലേക്ക് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് എന്ന് ചിത്ര പലതവണ വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. മകളുടെ വേർപാടിനു ശേഷം 37 വർഷം പൂർത്തിയാക്കിയ സമയത്ത് ചിത്രയ്ക്ക് ഒരാഗ്രഹം, മകളുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വെച്ച് ഒന്നുകൂടി മാല ചാർത്തണമെന്ന്. അങ്ങനെ വീണ്ടും മാല ചാർത്തി ഇരുവരും വീണ്ടും ആ വിവാഹം പുനരാവിഷ്കരിച്ചു. ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഇരുവരും ആ നിമിഷം മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് നടത്തിയത്. മകൾ മാത്രമായിരുന്നു ഇരുവർക്കും എല്ലാം. ഒരുപാട് പ്രാർത്ഥിച്ചും വഴിപാട് നടത്തിയാണ് അവർക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത്. എന്നാൽ സ്നേഹിച്ചു കുതിതീരും മുൻപേ തന്നെ ദൈവം കുഞ്ഞിനെ തിരിച്ചു വിളിച്ചു. ആ ഒരു വേർപാടിൽ നിന്നും മുക്തയാകാൻ ചിത്രയ്ക്ക് ഒരുപാട് കാലം തന്നെ വേണ്ടി വന്നു. അതിൽ നിന്നെല്ലാം ചിത്ര കരകയറിയതിന് കാരണം ചിത്രയുടെ ഭർത്താവ് തന്നെയാണ്. മനസ്സിൽ ഒരുപാട് വേദന ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഒരു ചെറുപുഞ്ചിരിയോടെ മാത്രമേ ചിത്ര പ്രേക്ഷകർക്ക് മുൻപിൽ എത്താറുള്ളൂ. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്.